മലയാളികൾ എല്ലാം ഓണം ആഘോഷിക്കുമ്പോൾ ഇത് ഈ സർക്കാരിൻ്റെയും UDF സർക്കാരിൻ്റെയും ആദ്യ ഓണമാണ്. അപ്പോൾ സർക്കാരിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വകുപ്പ് ആഭ്യന്തര വകുപ്പാണ്. എന്നും വാർത്തകളിൽ നിറയുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി അനിതയും ഒപ്പം കുഞ്ഞുമോനും രോഹനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. ഈ ഓണം വളരെ സ്പെഷ്യലാണ് അല്ലേ? ആഭ്യന്തരമന്ത്രിയായി ഇതിനു മുൻപും ഓണം ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഈ മന്ത്രിസഭയിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണമാണ്. എന്താണ് ഈ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി? ഈ ഓണം ഒരു തുഫാൻ ഓണമാണ്. ഈ ലഹരിയില്ലാത്തൊരു ഓണം. രാസലഹരിയുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് നടത്തുന്ന ഏറ്റവും വലിയ പരിശ്രമത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഓണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തുഫാൻ ഓണമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ജനങ്ങൾ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്തിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണത്തിൻ്റെ പ്രത്യേകത ലഹരിമുക്തമായ ഒരു ഓണമാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ ഈ ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം പല ഇടങ്ങളിലും അത് ലഹരി ഒഴുകുന്ന ദിവസം കൂടിയാണ്. ഓണത്തിലും റെസ്റ്റ് ഇല്ല എന്നതാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓണം അനുബന്ധിച്ച് നടക്കുന്ന ഈ ലഹരിയുടെ വലിയ ഒഴുക്ക് തടയാനുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങൾ? അതിൻ്റെ എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. രാസലഹരി പ്രത്യേകിച്ചും കേരളത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി തന്നെ കേരളം മുഴുവൻ വളരെ വിജിലൻ്റായി പോലീസും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ആ പ്രവർത്തനം മൂലം കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം പാലക്കാട്ട് അത് ഒരു ഫാമിലി ഉൾപ്പെടെയുള്ള ആളുകളെയാണ് പിടിച്ചത്. അവർ വൻതോതിലാണ് ഹൈബ്രിഡ് കഞ്ചാവ്, അതോടൊപ്പം തന്നെ MDMA, കൊക്കൈൻ, എല്ലാ ലഹരി പദാർത്ഥങ്ങളും കൊണ്ടുവന്നു. അതിന് മുഴുവൻ പോലീസ് പിടിച്ചു. അതുകൊണ്ട് ഇത്തവണ വൻതോതിലുള്ള ലഹരി വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായും ഓണത്തിൻ്റെ പ്രത്യേകത തന്നെ ലഹരി വേട്ടയ്ക്കെതിരായ പ്രവർത്തനമാണ്. ചേച്ചി, ഈ ഓണം ഒരുപാട് വീട്ടിൽ കണ്ണീരും നൽകുന്നുണ്ട് അല്ലേ? ലഹരി നടക്കുന്ന അക്രമങ്ങൾ, മറ്റ് അപകട സംഭവങ്ങളൊക്കെ ആണെങ്കിലും ഇത്തവണ സാറിൻ്റെ ഓണം എന്ന് പറയുന്നത് കുറേ അമ്മമാരുടെയും പെങ്ങന്മാരുടെയൊക്കെ പ്രാർത്ഥന, ഭാര്യമാരുടെയൊക്കെ പ്രാർത്ഥന കൂടി ആർസിക്കുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് കരുതുന്നുണ്ടോ? അതെ, ഉറപ്പായിട്ടും. ഞങ്ങൾക്ക് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നല്ല സന്തോഷമുണ്ട്. ഈ ലഹരിക്കെതിരായ ഈ പ്രവർത്തനം, അതിന് കിട്ടുന്ന അപ്രീസിയേഷൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കാറുണ്ട്. അതോ മാസ്റ്റർ ബ്രെയിൻ ചേച്ചിയാണോ? അല്ല. എന്നാലും നമുക്ക് ആ പവർ കിട്ടുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ചെയ്യുക, നാടിന് നന്മ ചെയ്യുക എന്നതാണല്ലോ. അത് ഫലപ്രദമായി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന വിലയിരുത്തലാണോ ഉള്ളത്? അതെ അതെ, ഞങ്ങളെല്ലാവരും പറയും ചേട്ടൻ എന്ത് ചെയ്താലും നന്നായിട്ട് ചെയ്യുള്ളൂ. എല്ലാ കാര്യത്തിലും ആ ഒരു നിർബന്ധമുണ്ട്. അതെ അതെ. കഴിഞ്ഞ തവണ കുബേരയായിരുന്നു, മറ്റേ കൊള്ളപ്പലിശക്കാരെ പിടിക്കാനായിരുന്നു ഇല്ലേ? അതും ഒരുപാട് പേരുടെ കണ്ണീരൊപ്പുന്നതായിരുന്നു. ഇത്തവണ ഈ ലഹരിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യമുണ്ടല്ലോ അല്ലേ? അതെ അതെ. എപ്പോഴെങ്കിലും ജീവിതത്തിൽ ലഹരി ഒരു ഭീഷണിയായിട്ട് വന്നിട്ടുണ്ടോ? 2 ആൺമക്കളെയൊക്കെ പുറത്തു പോകുന്ന ഒരു അമ്മയുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ആശങ്കകളുടേതായിരിക്കും ഇല്ലേ? അവർ പോയിട്ട് തിരിച്ചെത്തുന്നിടം വരെ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ആശങ്ക തോന്നിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചേട്ടൻ മന്ത്രിയാവുമ്പോൾ ഇതിനെതിരെയൊക്കെ കർശനമായിട്ട് നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ചേട്ടൻ്റെ മനസ്സിൽ തോന്നിയതാണ്, എനിക്ക് ഞാൻ പറഞ്ഞിട്ടൊന്നും. മൊത്തം ക്രെഡിറ്റും ചേട്ടന് തന്നെയാണ് എന്നാ പറയണേ? മൊത്തം ക്രെഡിറ്റും ചേട്ടന് തന്നെയാണെന്ന്. മോനെ, അച്ഛനെ എന്തിനാ പിടിച്ചേ ഇപ്പോൾ? ചുമ്മാ എൻ്റെ അച്ചാച്ചനാണല്ലേ, അത് ഒരു അധികാരം കാണിക്കലാണോ? ഓണമൊക്കെ എവിടം വരാ? ഓണമൊക്കെ എങ്ങനെയാ ആഘോഷിക്കുന്നേ? അച്ചാച്ചൻ എന്താ ഓണത്തിന് മേടിച്ചു തന്നേ? ഒന്നും മേടിച്ചു തന്നില്ലേ? അയ്യോ, കുഞ്ഞു വാവയ്ക്ക് പോലും ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ലേ? ഒന്നും കൊടുത്തില്ലേ? ഓണക്കോടി മേടിച്ചില്ലേ? ഓണക്കോടി മേടിച്ചില്ല. കഴിഞ്ഞ ഓണത്തിന് എന്താ മേടിച്ചു തന്നേ? ഉടുപ്പ് വാങ്ങിച്ചു. നേരത്തെ മേടിച്ചു തന്നു. എന്തെങ്കിലും പറഞ്ഞോ? എനിക്ക് ഈ ഓണത്തിന് ഇന്ന സാധനം വേണമെന്ന് എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും 2-3 ഓർഡർ പറയാൻ, ഇന്ന സാധനങ്ങളൊക്കെ വേണമെന്ന്. എന്നും ടോയ്സ് കൊടുത്തില്ലെങ്കിൽ അടിയാ. എന്നും വേണം. അപ്പൊ എന്നും വരുമ്പോ പോയിട്ട് വരുമ്പോ ടോയ്സ് വേണം. അത് ഡെയിലി പോയി വരുമ്പോ അതോ സ്പെഷ്യൽ ട്രിപ്പ് പോകുമ്പോ വേണം? എന്നും പോകുമ്പോ ടോയോ? ഏതാ? ഇല്ല, കാറാണോ? ചെറിയ കാറ് അതാണോ? അതിന്റെ കളക്ഷൻ ഉണ്ടോ? ഹോട്ട് വീൽസ്. ഹോട്ട് വീൽസ്, അത് തന്നെ. എനിക്ക് പേര് ഓർമ്മ വന്നില്ല പെട്ടെന്ന്. ഹോട്ട് വീൽസിന്റെ ആളല്ലേ? കളക്ഷൻ ഉണ്ടോ? കുറേ ഉണ്ട്. ആൻറ്റിയുടെ വീട്ടിലും ആൻറ്റിയുടെ ബ്രദറിന്റെ മക്കൾക്കൊക്കെ കളക്ഷൻ ഉണ്ട്. ഇത് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ടോ? ഫ്രണ്ട്സുമായിട്ട് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്യാറുണ്ടോ? എനിക്ക് ഫ്രണ്ട്സ് എവിടെ? ആരാ ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്? ഇതിലാരാ ബെസ്റ്റ് ഫ്രണ്ട്? പറഞ്ഞ ആരാ ബെസ്റ്റ് ഫ്രണ്ട്? അച്ഛനാണോ അച്ഛമ്മയാണോ? സ്കൂളിലെ
സ്കൂളിൽ എനിക്ക് ആരാ പിന്നെ ഫ്രണ്ട് ഒന്ന് ചോദിച്ചതോ? സ്കൂളിൽ ആരാ? Nehemiah, Aaron, Faisal, Ahmed, Aaron. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. ദാ അച്ഛമ്മയും അച്ഛനും ഇരിക്കുന്നു. ഇതിൽ ആരാ ബെസ്റ്റ് ഫ്രണ്ട്? അച്ഛനും അച്ഛമ്മയും ഇരിക്കുമ്പോൾ ആരാ ബെസ്റ്റ് ഫ്രണ്ട്? രണ്ടുപേരും ഫ്രണ്ടാ. അതിലൊരു പാർഷ്യാലിറ്റി ഇല്ല. രണ്ടുപേരും ഫ്രണ്ടാ. ഓണം കുടുംബത്തോടൊപ്പം, ഓണം അല്ലെങ്കിലും വലിയ ഫാമിലി മാൻ ആണ്, എപ്പോഴും കുടുംബത്തോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഓണം ആകുമ്പം കുറച്ചുകൂടി സന്തോഷം അല്ലേ? തീർച്ചയായിട്ടും. ഓണം എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ഉത്സവമല്ലേ. അപ്പോൾ എല്ലാ മലയാളിയും ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ആഘോഷിക്കുന്ന ഓണമാണ്. അപ്പോൾ ആ ഓണം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കേണ്ടത്. തവണ അമ്മയില്ലാന്നൊരു വിഷമമുണ്ട്. എല്ലാ തവണയും അമ്മയോടൊപ്പമാണ് ഓണം ആഘോഷിക്കാറുള്ളത്. ഇത്തവണ അമ്മയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്താ ഓണം സ്പെഷ്യൽ? ഭക്ഷണം കഴിക്കുക, എല്ലാവരെയും പോലെ ഭക്ഷണം കഴിക്കുക, പുറത്തൊക്കെ പോവുക, അങ്ങനെയൊക്കെ. അതിനല്ലാണ്ട് എന്തെങ്കിലും പ്രത്യേകത ഈ ഓണത്തിന്? അതൊക്കെ ഉള്ളൂ. നമ്മൾ അതിനെല്ലാം ഈ ഓണത്തിന് ഒത്തിരി പരിപാടിയുണ്ട് എനിക്ക്. അതുകൊണ്ട് ഊണ് കഴിഞ്ഞിട്ട് അന്നേരം സ്ഥലം വിടും, ഔദ്യോഗിക പരിപാടി. മണ്ഡലത്തിലേക്ക് പോകും. എൻ്റെ മണ്ഡലം ഹരിപ്പാടാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വള്ളം കളികൾ. എല്ലാ ഓണം ഇങ്ങനെയല്ലേ? അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഉണ്ട് കഴിഞ്ഞാൽ അപ്പൊ പോകും. ഫിലിമിനൊന്നും പോകത്തില്ല? ഈ നമ്മൾ ഓണസദ്യക്ക് വേണ്ടിട്ട് വൈകുന്നേരം ഫിലിമിന് പോയ ഒരു ഓർമ്മയില്ലേ? ഓണത്തിന്റെ അന്നൊന്നും പോയിട്ടില്ല. അല്ലാണ്ട് പോകും, ഫിലിം കാണാൻ പോകും. പോയിട്ടുണ്ട്. ഇപ്പൊ ഒക്കെ പോകും. അവിടെയൊന്നും പോവാറില്ല. മിനിസ്റ്റർ ആവുന്നതിന് മുമ്പ് അതിന് മുമ്പ് വല്ലപ്പോഴൊക്കെ വരും. വല്ലപ്പോഴൊക്കെ പോകും. ചേച്ചിക്ക് പുറത്ത് പോയി സിനിമ കാണുന്ന ഇഷ്ടമാണ്? ഞാൻ മക്കളുമായിട്ട് പോകും. സാർ ആർസി മാത്രം വരത്തില്ല. കുറെ നാളായി പോയിട്ട്. ഈ ഓണത്തിന് ഒരു സിനിമ കാണാൻ ഇറങ്ങിയാലോ? പറ്റുമോ? സിനിമ ഈ ഓണത്തിന് പാടായിരിക്കും. ഈ പ്രോഗ്രാംസ് ഒക്കെ ഉള്ളതുകൊണ്ടേ അത് കഴിഞ്ഞ ഒരു ദിവസം യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഓണം? ഇല്ല. പുറത്തൊക്കെ വിദേശത്തൊക്കെ ഫാമിലി ആയിട്ട് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്നറിയാം. പക്ഷെ ഓണത്തിന് പോകില്ല, പിന്നെ പ്ലാൻ ചെയ്യും. അതെ, ഓണത്തിന് ഒത്തിരി പരിപാടികളായിരിക്കും. നേരെ ഇരിക്കും. ഒത്തിരി പരിപാടികൾ. അത് കഴിഞ്ഞിട്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. ഓണം ഭക്ഷണങ്ങൾ. ഈ ഓണത്തിന് നമുക്ക് ഈ ഓണം ഈ ഒരാഴ്ചയേ ഉള്ളൂ. വിദേശത്താണെങ്കിൽ 3 മാസമാവും. ഗൾഫിലും യൂറോപ്പിലും ഒക്കെ 3 മാസം. ആ സമയങ്ങളിൽ അവർക്ക് പരിപാടി ഹോള് കിട്ടുന്നത്, ആളുകൾക്ക് അവധി കിട്ടുന്നത് ഇതൊക്കെ വെച്ചിട്ട് 3 months 4 months ആണ് ഓണം അവർ. അപ്പോൾ ഓണം ഒരു വലിയ ഉത്സവമാണ്. ലോകത്തെമ്പാടുമുള്ള മലയാളി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഈ തുഫാൻ 75 ദിവസം പിന്നിട്ടു. അതിൻ്റെ കണക്കുകൾ പോലും ഇതുവരെ പിടിയിലായവരും പിടിയിലായ മയക്കുമരുന്നും MDMA ഒക്കെ കണക്കുകൾ പോലും വളരെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ ആശങ്കയിലാക്കുന്നതോ ആണ്. ഇനി അത് എങ്ങനെ കൊണ്ടുപോകണം എന്നതാണ് പ്ലാൻ. അടുത്ത ഘട്ടം നമ്മൾ 2ാം ഘട്ടം തുടങ്ങാൻ പോവാണ്. വീടുകളിൽ ഞാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായിട്ട് സംസാരിച്ചു, KM ഷാജി. നമ്മൾ പഞ്ചായത്തുകളിലൂടെ, ഗ്രാമസഭകളിലൂടെ ജനങ്ങളിലേക്ക്, ഓരോ വാർഡിലുമുള്ള വീടുകളിലേക്ക് എത്തുക. അവിടെ ബോധവൽക്കരണം, ലഹരിക്കെതിരായിട്ടുള്ള ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ലഹരി ഇതുപോലുള്ള പദാർത്ഥങ്ങൾ വിൽക്കുന്ന ആളുകളെ തടയുക. ഈ തരത്തിലുള്ള നടപടികളായിരിക്കും ഇനി അടുത്ത ഘട്ടം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഇതിന് വലിയ പിന്തുണ ജനങ്ങളുടെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരുടെ, സഹോദരിമാരുടെ പൂർണ്ണ പിന്തുണ. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണ്, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നർക്കോ ഹണ്ടാണിത്. എല്ലാവരും ഇതിൽ പങ്കാളിയാവുകയാണ്. കാരണം ഇതിൻ്റെ അപകടം ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പോഴെങ്കിലും ചെയ്തല്ലോ എന്നാണ് ആളുകൾ പറയുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ തലമുറ മുഴുവൻ നശിച്ചു പോയേനെ. അപ്പോൾ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു വലിയ മുന്നേറ്റമാണ്. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാവരുടെയും പിന്തുണ കിട്ടുന്നുണ്ടെന്ന് RC തന്നെ പറയുന്നു. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടുന്ന വ്യക്തിയുടെ ഇതുമായിട്ടുള്ള ബന്ധം വെളിവായതോടുകൂടി ഈ പദ്ധതിക്ക് ഒരു ചെറിയ മങ്ങലേൽപ്പിച്ചു. ഒരു മങ്ങലുമില്ല. അങ്ങനെ ഇപ്പോൾ എന്നോട് ബന്ധമുള്ള ആരെങ്കിലും ചെയ്താൽ പോലും അതിനും കാര്യമില്ല. നമുക്ക് ജീവിതത്തിൽ ധാരാളം ആളുകളോട് പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ദീർഘയാത്രയ്ക്കൂടി പരിചയപ്പെട്ട ധാരാളം ആളുകളുണ്ടാവും. അവരാരും തെറ്റ് ചെയ്താൽ അതുകൊണ്ട് നമ്മളതിന് പങ്കാളിയാവണമെന്നില്ലല്ലോ. ഈ പറഞ്ഞ ആളുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കൊന്നും ഒരു ആനുകൂല്യം കിട്ടില്ല. അവരെയൊക്കെ നിയമത്തിൻ്റെ വഴികളിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കും. ഏതെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ട് ശുപാർശക്കാരോ അല്ലെങ്കിൽ ഇതൊന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ആരും വരില്ല. അതിന് ആദ്യമേ ഞാൻ ബന്ധപ്പെടുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, ആരും വരില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, ഈ കേസുകളിൽ ആരും ബന്ധപ്പെടാൻ പാടില്ല
ആരെയും ഞങ്ങൾ അതിനെ സഹായിക്കില്ല. ഇതൊരു സമൂഹത്തിന് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് രാസലഹരി. അതിനെ തടയാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിൽ ആരും ആനുകൂല്യം ശുപാർശ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ വലിയ ലഹരി മാഫിയകളുമായിട്ടാണ് ഇപ്പോൾ ഒരു നേർക്കുനേർ പോരാട്ടത്തിൽ ആഭ്യന്തരമന്ത്രി ഏർപ്പെട്ടിരിക്കുന്നത്. അത് ആശങ്കയുണ്ടാക്കുന്നുണ്ടോ? ഇല്ല, അത് ആവശ്യമാണ്. അതെ, ആവശ്യമാണ്. ഒരു ഭാര്യ എന്ന നിലയിൽ ആലോചിക്കുമ്പോൾ പോലും ഒരു ആശങ്കയില്ല. ഇല്ല, അത് ആവശ്യമാണല്ലോ. ഏതെങ്കിലും ശുപാർശക്കാര് ഇതുവഴി വരാറുണ്ടോ? ഇല്ല. ചേച്ചി വഴി ഇല്ല, അവർക്കറിയാം. ആരെങ്കിലും അല്ല, ഇപ്പൊ ഈ കേസുമായി പുള്ളിക്കാരി ഇത് ഒരു കാര്യത്തിൽ ഇടപെടില്ല. ആരെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും പരിചയക്കാരോ ആരും വരത്തില്ല സാറിന്റെ അടുത്ത് ഇന്ന ഒരു കാര്യം പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ശീലമേ ഇല്ല. അങ്ങനെ ഒരു ശീലമേ ഇല്ല. ആ കാര്യങ്ങളൊന്നും ഇടപെടുന്ന ശീലമേ ഇല്ല. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള ബന്ധങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരു തരത്തിലും ഒരു ഇൻഫ്ലുവൻസിനും വീഴ് കൊടുക്കില്ല. ഇങ്ങനെയുള്ളത് നമ്മൾ ദൗത്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഒരു ഓപ്പറേഷൻ ഏറ്റെടുക്കുമ്പോൾ ആ ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനവും ഇതിനകത്തില്ല. അതൊന്നും ആരും എൻ്റെ അടുക്കൽ ആരും വരാറില്ല. കാരണം ഞാൻ ചെയ്യില്ലെന്നറിയാവുന്നു. അങ്ങനെ അത് അനുവദിക്കാനും പാടില്ല. അങ്ങനെ അനുവദിച്ചാൽ പോയില്ലേ. ഇപ്പം ഒരു നോബിൾ കോസ് അല്ലേ, ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ നടത്തുന്ന വലിയ പരിപാടിയാണ്. ഇതിനകത്ത് ഒരിക്കലും നമ്മൾ ആർക്കും വേണ്ടി ശുപാർശ ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. ഈ നമ്മൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മൊത്തം വിലയിരുത്തുമ്പോൾ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ചർച്ചയാകുന്നത്. ആഭ്യന്തര വകുപ്പിൽ തന്നെ തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നീട് പോലീസിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഈ മെറ്റയ്ക്ക് കത്തയച്ചു എന്നൊക്കെ പറയുന്ന വലിയ വിവാദമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്? പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നുമില്ല. പോലീസ് ഒരു ഘട്ടത്തിലും മെറ്റയോട് ഇന്നത് ചെയ്യരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ജോലിയല്ല. അത് പോലീസും ചെയ്തിട്ടില്ല, ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല. അവരേതെങ്കിലും കാർഡ്സ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വയം പിൻവലിച്ചതാണ്. അതിനകത്ത് ഗവൺമെൻറ്റോ പോലീസിൻ്റെയോ ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. നമുക്കറിയാം ഇപ്പോൾ വലിയ രീതിയിലുള്ള ഗുണ്ടകൾക്കെതിരായ നടപടി അതും ഒരു ഓപ്പറേഷനായി തന്നെ തുടങ്ങി ഇല്ലേ? ആയങ്കിയെ പൂട്ടി, വിദ്വേഷ പ്രചാരകനെ പൂട്ടി, വെല്ലുവിളിച്ചത് കൊണ്ട് മാത്രമാണ് ആയങ്കിക്കെതിരായ നടപടി, പേഴ്സണലി വെല്ലുവിളിച്ചത് കൊണ്ടാണ് എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെയൊന്നും നിയമം ആര് ലംഘിച്ചാലും അവരുടെ പേര് നടപടി വരും. അപ്പം ഞാനാണെങ്കിലും വേറൊരാളാണെങ്കിലും അപ്പോൾ അത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് നിയമം ലംഘിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ആരാണെങ്കിലും നിയമം അവരുടെ പിന്നാലെ ഉണ്ടാകും. അത് ഏത് വ്യക്തിയാണെങ്കിലും. അതിനകത്ത് ആരുടെ ഇടപെടലിൻ്റെ കാര്യമൊന്നുമില്ല, ഇടപെട്ടാൽ നടക്കുകയില്ല. അതുകൊണ്ട് കേരളത്തിലെ പോലീസ് അക്കാര്യത്തിലൊക്കെ വളരെ ജാഗ്രത കാണിക്കുന്നുണ്ട്. ഗുണ്ടകൾ, സാമൂഹ്യ വിരുദ്ധന്മാർ ഒരു കാരണവശാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കില്ല. അതിനെതിരെ കർശന നടപടിയുണ്ടാകും. മുഴുവൻ സമയവും ആഭ്യന്തര വകുപ്പിന് വേണ്ടിയാണോ? ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. സർക്കാർ പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങളിൽ അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒക്കെ ഇടപെടൽ കുറച്ച് പരിമിതപ്പെടുത്തുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയും. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. പാർട്ടിക്ക് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ പറയും, ഗവൺമെൻറ്റിന് വേണ്ടി പറയേണ്ട കാര്യങ്ങൾ പറയും. എന്നാൽ ഒരു പരിമിതപ്പെടുത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് പഴയതുപോലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും പറയണമെന്നില്ലല്ലോ. നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തല്ലേ. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാകണം, ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാകണം. അതുകൊണ്ട് നമ്മൾ ഓരോ വാക്കും സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തെന്ന് പറയുമ്പോൾ മുതിർന്ന നേതാവാണ്. ഈ സർക്കാരിനെ പ്രതിരോധിക്കേണ്ടുന്ന ഏറ്റവും വലിയ പരിചയമാവേണ്ടതാണ്. മുൻപ് ആ രീതിയിലൊക്കെയുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ CM-നുമായി ബന്ധപ്പെട്ടായാലും സർക്കാരിൻ്റെ ആകെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടായാലും പല വിവാദങ്ങൾ നമ്മൾ ഈ ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കാണുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ഒരു പരിചയമാകാൻ പറ്റുന്നുണ്ടോ? സത്യം എന്താണ് എന്നുള്ളത് പറയുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും സ്വീകരിക്കുന്ന സമീപനം. വസ്തുതകൾ മനസ്സിലാക്കി സത്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അത് ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അത് നാളെയും തുടരും. അതിനകത്ത് സംശയം വേണം. സർക്കാരും പാർട്ടിയും തമ്മിലുള്ള കോർഡിനേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നു. പുനഃസംഘടന വൈകുന്നത് പുതിയ KPCC അധ്യക്ഷൻ അതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുക. ആ സമയത്ത് അവർ ആ കാര്യങ്ങൾ തീരുമാനിക്കും. വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വന്നാൽ മക്കൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. അറിയാം. അവര് ഈ മോനൊരു ചെറിയ വാവ കുഞ്ഞനിയും കൂടി ഉണ്ടായിട്ടുണ്ട്. 1 മാസമായുള്ളൂ. എറണാകുളത്താണ്. രോഹിത് ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന്റെ സൂചനയൊക്കെ നൽകുന്നുണ്ടല്ലോ. അങ്ങനെ എന്തെല്ലാം സാധ്യതകളുണ്ടോ?
മൂത്ത മകൻ ഉണ്ട്. ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല. പൊളിറ്റിക്സിൽ രണ്ടുപേർക്കും അറിയാം, എന്നാലും മൂത്ത മകൻ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഇപ്പൊ അദ്ദേഹം ഈ കാലിക പ്രസക്തമായ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കാര്യങ്ങൾ ഒക്കെ പറയുന്നു, പൊതുരംഗത്തേക്ക്. പബ്ലിക്കേഷൻ ഇവിടെ ഉണ്ട് ശ്രേഷ്ഠ, അത് മുന്നോട്ട് പോകണം. ഇഷ്ടമാണോ മോനും കൂടി രാഷ്ട്രീയത്തിൽ വന്നാൽ? ഇഷ്ടമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവരുടെ ഇഷ്ടം. എന്താണ് RCയുടെ സമീപനം? നമ്മളാരും പ്രോത്സാഹിപ്പിക്കാറില്ല. അവര് രാഷ്ട്രീയമെല്ലാം അറിയുകയൊക്കെ ചെയ്യാം, പക്ഷെ അവരാരും ഇതുവരെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അത് അവരാണ് തീരുമാനിക്കുന്നത്. അവര് ഭാവിയിൽ തീരുമാനിച്ചാൽ എതിർപ്പൊന്നുമില്ല. അല്ല, തീരുമാനിച്ചില്ലല്ലോ. തീരുമാനിക്കുകയാണെങ്കിൽ നോക്കാം. പക്ഷേ ഒരു കാലത്ത് ഈ മക്കൾ രാഷ്ട്രീയത്തിനൊക്കെ എതിര് നിന്നിട്ടുണ്ട് എന്നുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ കെ കരുണാകരനായാലും അദ്ദേഹത്തിൻ്റെ മകനായാലും വരുമ്പോൾ ഒക്കെയുള്ള അത് ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയാവോ? അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ മക്കൾ അതിൻ്റെ രാഷ്ട്രീയത്തിൽ അവരൊക്കെ പ്രൊഫഷണൽസാണ്. ഒരാൾ ഡോക്ടറാണ്, ഒരാൾ IRS ആണ്. അപ്പോൾ അവരതിൻ്റെ രാഷ്ട്രീയത്തിൽ ഇല്ലല്ലോ, പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഈ സർക്കാർ അധികാരത്തിലേക്ക് എത്തുന്ന സമയം നോക്കുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് RC തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവരും ആ പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഈ ദേവദത്തത്തിൻ്റെ മുന്നിലായിരുന്നു എല്ലാ മാധ്യമങ്ങളും ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് കുറച്ച് സമയം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് RC എവിടെയായിരുന്നു? നമ്മളിപ്പോൾ ഓണത്തെപ്പറ്റി സംസാരിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒക്കെ ഇങ്ങനെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണോ? അല്ല, നിശബ്ദനായിരിക്കുകയാണ്. അങ്ങോട്ട് വിളിക്കുന്നത്, എന്നെ ഇങ്ങോട്ട് വിളിക്കാറില്ല. പക്ഷേ എപ്പോഴും ഒരു പ്രസംഗം കഴിഞ്ഞാലും ഏതെങ്കിലുമൊക്കെയുള്ള രാഷ്ട്രീയമായാലും വിഷയങ്ങൾ വന്നാലും ഒരു പ്രതിസന്ധി വന്നാലും ഒക്കെ ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണെന്നാണല്ലോ പറയുന്നത്. അതിലൊരു വസ്തുതയില്ലേ? അങ്ങനെ ഒരു വസ്തുതയില്ലേ? വിളിക്കാറുണ്ടോ? പിന്നെ വിളിക്കാതിരിക്കാൻ മോഹൻലാൽ പറഞ്ഞത് ഭാര്യയെ 6-7 തവണ ദിവസം വിളിക്കുന്നുണ്ടെന്നാണ്. മോഹൻലാലിന്റെ മകള് വന്നപ്പോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ പറഞ്ഞു. അങ്ങനെ ഒരു ബന്ധമുണ്ടോ? ദിവസം എന്നെ വിളിച്ചോളൂ, ആവർത്തിച്ച് വിളിച്ചോളൂ. ഇപ്പോ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ആളുകൾക്ക് ഉള്ളിലുള്ള ഒരേ ഒരു വിഷമം എന്ന് പറയുന്നത് CM ആയി ഇങ്ങനെ RC പെർഫോം ചെയ്യുന്നത് കാണാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തനം CM ഉണ്ടായിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്ന മനുഷ്യരുണ്ടായിരുന്നു. അവരുടെ ആഗ്രഹം എന്തെങ്കിലും സാധിക്കാൻ അതിനുള്ള സാധ്യതയുണ്ടോ? ഇന്ന സ്ഥാനം കിട്ടിയെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്നുള്ളതൊന്നുമില്ലല്ലോ. പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ നമ്മൾ നിറവേറ്റുന്നു, അത്രേ ഉള്ളൂ. അതിനകത്ത് അങ്ങനെ കണ്ടാൽ മതി. RC മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം നടക്കുമോ? വരട്ടെ, സമയമുണ്ടല്ലോ. ശുഭാപ്തി വിശ്വാസിയാണ്. എന്താ മോന്റെ രോഹൻ ചിഹ്നത്തിലേക്ക് എന്താ പ്രശ്നം? എന്ത് ചൂടെടുക്കുന്നോ? അതോ അച്ഛൻ ഇപ്പം മതിയെന്ന് പറയാണോ? ആന്റി കുറച്ചുകൂടി ചോദിക്കട്ടെ. ചോദിച്ചോട്ടെ. എനിക്കിത് ഇനി കുറച്ച് സമയം തരത്തോളെന്നാ പറഞ്ഞു. കുറച്ചുകൂടി സമയം മേടിച്ചു തരണേ. മേടിച്ചു തരുമോ? RCPനെ ഇപ്പോൾ നോക്കൂ, ഓണം എന്ന് പറയുന്നത് ഓണ പരീക്ഷയുടെ കൂടി കാലമാണല്ലോ. ഈ സർക്കാരിനെ സംബന്ധിച്ച് നോക്കിയാൽ 3 മാസം അല്ലെങ്കിൽ 100 ദിവസം പിന്നിടാൻ പോവുകയാണ്. ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്ക് RC എത്ര മാർക്ക്? അല്ല, ഇത് നല്ല പ്രവർത്തനമല്ലേ? എന്നാൽ ആർക്കും എതിർപ്പ് പറയാൻ കഴിയാത്ത 3 മാസം എന്ന് പറയുന്ന ഒരു പീരീഡ് അല്ലല്ലോ. ആളുകൾക്ക് സമയം വിലയിരുത്താറായിട്ടില്ല. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പല മന്ത്രി ഓഫീസുകൾ പോലും ആയിട്ടില്ല. അപ്പോൾ അങ്ങ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. മാർഗ്ഗരാറൊന്നും ആയിട്ടില്ല, വരട്ടെ. പക്ഷേ എല്ലാം ഇപ്പം ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ വിശ്വാസം. ആഭ്യന്തര വകുപ്പിന് എത്ര മാർക്ക് ഇടും? ഞാനൊരു മാർക്ക് വിടുന്നില്ല. ഇല്ലേ? ജനങ്ങളാണ് ഇടേണ്ടത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കോ? അതാ പറഞ്ഞത്, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. 3 മാസമല്ലായോ? 3 മാസം ആയിട്ട് പോലും ഇല്ല. അപ്പോൾ അതിൻ്റെതായ സമയമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് സമയമുണ്ട്. ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങൾ മാർക്കിടട്ടെ, നമ്മളല്ല മാർക്കിടേണ്ടത്. ഇനി ആഭ്യന്തര വകുപ്പിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യം, നമ്മളെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സാമൂഹ്യ വിരുദ്ധന്മാരും ഗുണ്ടകളെയും അടിച്ചമർത്തുക, അതേസമയം തന്നെ ജനങ്ങളുടെ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആരാണെങ്കിലും ശരി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ ലഹരി മാഫിയ ഉൾപ്പെടെയുള്ള വൻതോതിലുള്ള തകർച്ച സമൂഹത്തിനുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഇങ്ങനെ ഒരു സമാധാനപൂർണ്ണമായ ജീവിതം ജനങ്ങൾക്ക് നൽകുക എന്നതാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല. അത് നമ്മൾ നിറവേറ്റും. ഇപ്പോൾ മന്ത്രിയായതിനു ശേഷം കൂടുതൽ തിരക്ക് പിടിച്ച് പോകുന്ന സാഹചര്യമാണോ ഉള്ളത്? എന്നും തിരക്കുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് തിരക്കുള്ളതല്ല. അപ്പം എന്നത്തെയും പോലെ തന്നെ ഇപ്പോഴും. ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലം, കേരളത്തിൽ ഉള്ളത്, ഇപ്പോൾ മന്ത്രിയായതിനു ശേഷമുള്ള കാലം, ആ ഓണക്കാലങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്? നാട്ടിലെ ഓണം തന്നെയാണ് നല്ലത്. നാട്ടിലെ ഓണം വീട്ടിലെല്ലാവരും കൂടെ കാണുമല്ലോ. പക്ഷേ ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ അവിടെ. അതിലും നല്ലത് ഇവിടെ തന്നെ.
കുടുംബവും മൊത്തം ഡൽഹിയിൽ ഉണ്ടായിരുന്ന കാലം എങ്ങനെയാ? അല്ല, അന്ന് ഓണത്തിന് എനിക്ക് ഇങ്ങോട്ട് പോരേണ്ടി വരുമല്ലോ. അപ്പം ഞങ്ങൾ ചിലപ്പോൾ 2 ദിവസം മുമ്പ് ഓണം ആഘോഷിക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ ആകുമ്പോൾ കുറച്ചുകൂടെ മലയാളി, അവിടെ ഡൽഹിയിലൊന്നും ഓണമില്ലല്ലോ, മലയാളികൾ ഉള്ള സ്ഥലത്തല്ല ഓണം ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ സാധാരണ മലയാളികൾ ധാരാളം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ നാട്ടിൽ വരുന്നതല്ലേ എൻ്റെ ഒരു സന്തോഷം. ഈ ഓണത്തിന് ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് ആർസിക്ക് എനിക്ക് ന്യൂസ് 18 പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈ ഓണം നമുക്ക് പുതിയ പ്രതീക്ഷ നൽകുന്ന ഓണമാണ്. എല്ലാ ഓണവും നമുക്ക് ഓരോ അനുഭവങ്ങളാണ്, ഓർമ്മകളാണ്. തീർച്ചയായിട്ടും ഈ ഓണാഘോഷത്തിൽ പങ്കാളികളാകാൻ മുന്നോട്ട് വരുന്നിട്ടുള്ള എല്ലാ ന്യൂസ് 18 പ്രേക്ഷകർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒരു ഓണപ്പാട്ട് വല്ലതും അറിയോ? ഓണപ്പാട്ട് വല്ലതും അറിയോ? മോനൊരു ഓണപ്പാട്ട് പാടി, ഒരു ഓണപ്പാട്ട് പാടി. ഒരു വരി സ്കൂളിലെ പാട്ട്, സ്കൂളിലെ പാട്ട്. ആ കേരളം എന്നുള്ള പാട് പാട്. അത് പാടിക്കാം. കേരളം എന്ന അങ്ങോട്ട് പറ, പാട്. അവർക്ക് ആ ആ പാടിക്കോ. അവർക്ക് പാടാം. പാലാപ്പള്ളിയൊക്കെ ഇഷ്ടമെന്ന് എനിക്ക് അറിയാം പണ്ട്, അതൊക്കെ പക്ഷെ പഴയതായി പോയി. പാട്, ഒരു പാട്ട് പാട്. എന്നാ ഒരു ഹാപ്പി ഓണം പറഞ്ഞേ. ഹാപ്പി ഹാപ്പി ഒന്നുകൂടെ പറ. ഹാപ്പി ഓണം. ആ, അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഓക്കെ, താങ്ക് യു.